നമസ്കാരം. വിജയന്റെ മകളും വരണം ജയിലിൽ, ഇഡിക്ക് നിർബന്ധം. കരിമണൽ കർത്തായും കുടുംബവും ജയിലിലെത്തി. കരിമണൽ കർത്തായുടെ മകൾക്ക് പിന്നാലെ ഭാര്യയും മകനുമൊക്കെ ഇഡി ഓഫീസിൽ ചോദ്യം ചെയ്യപ്പെട്ടു. ചെയ്യാത്ത ജോലിക്ക് വാങ്ങിയ 2.78 കോടിയുടെയും ഒളിപ്പിച്ച 50 ലക്ഷത്തിന്റെ ലോണിന്റെയും കൂടാതെ 132 കോടിയുടെ വ്യാജ ചെലവുകളും അടക്കമുള്ളവയുടെ ചുരുളഴിയുകയാണ്. അപ്പോൾ വിജയന്റെ മകളും വരണം ജയിലിൽ, അഭിഭാഷകൻ പോരാ, നേരിട്ട് വരണമെന്ന കർശന നിർദ്ദേശവുമായിട്ട് ഇഡി നിലപാട് വ്യക്തമാക്കുകയാണ്. മാസപ്പടി കേസിൽ പിടിമുറുക്കിയിരിക്കുകയാണ് കേന്ദ്ര ഏജൻസി. എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ കരിമണൽ കമ്പനിയായിട്ടുള്ള CMRL മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തയുടെ ഭാര്യ ജയ എസ് അടക്കം ചോദ്യം ചെയ്യപ്പെടുന്ന ഹാജരാകും. കമ്പനിയുടെ കഴിഞ്ഞ 15 വർഷത്തെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ട് രേഖകൾ ഹാജരാക്കാൻ ശരൺ കർത്തയോട് ഇഡി ആവശ്യപ്പെടുന്നു. ജയ കർത്ത ഡയറക്ടറുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം കൃത്യമായി തിരിച്ചടവ് നടത്താതിരുന്നിട്ടും എക്സാലോജി കമ്പനിക്ക് 50 ലക്ഷം രൂപ വായ്പയായി നൽകിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇഡി പ്രധാനമായിട്ടും അന്വേഷിക്കുന്നത്. അപ്പോൾ ഇതിനു മുന്നോടിയായിട്ട് ശശിധരൻ കർത്തയുടെ മകളും CMRL ഡയറക്ടറുമായിട്ടുള്ള ഷിബി എസ് കർത്തയെയും കഴിഞ്ഞ ദിവസം ഇഡി ചോദ്യം ചെയ്തിരുന്നു. CMRLന്റെ സഹോദര സ്ഥാപനവും കേസിലെ പ്രതിപ്പട്ടികയിലുള്ളതുമായിട്ടുള്ള നിപുണ ഇന്റർനാഷണൽസിന്റെ ഡയറക്ടർ കൂടിയായിട്ടുള്ള ഷിബിയിൽ നിന്ന് ഈ ഇടപാടുകളെ കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങളാണ് ഇഡി ശേഖരിച്ചിരിക്കുന്നത്. അതേസമയം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകളും എക്സാലോജിക്ക് ഉടമയുമായിട്ടുള്ള വീണ വിജയനോട് നേരിട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇഡി പുതിയ നോട്ടീസ് നൽകിയിട്ടുണ്ട്. നേരത്തെ ഈ മാസം 12-ന് ഹാജരാകാൻ സമൻസ് അയച്ചിരുന്നുവെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി വൈദ്യപരിശോധനാ വിവരങ്ങൾ സഹിതം വീണ കൂടുതൽ സമയം തേടുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഇഡി 5 ദിവസത്തെ സാവകാശം അനുവദിച്ചുകൊണ്ട് പുതിയ സമൻസ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ആവശ്യപ്പെട്ട രേഖകൾ അഭിഭാഷകൻ വഴി സമർപ്പിക്കാമെന്ന വീണയുടെ നിർദ്ദേശം തള്ളിക്കൊണ്ടാണ് കരിമണൽ കമ്പനിയിൽ നിന്ന് എന്തിനാണ് പണം കൈപ്പറ്റിയത് എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ സഹിതം നേരിട്ട് ഹാജരാകാൻ ഇഡി കർശന നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരായിരിക്കുമെന്നുള്ള സൂചനകളൊക്കെ ലഭിക്കുന്നുണ്ട്. പക്ഷേ എത്തുമോ എത്തുന്നില്ലേ എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. മുൻപ് നടത്തിയ റെയ്ഡുകളിലൊക്കെ ഇഡി വീണയിൽ നിന്ന് ചില സുപ്രധാന രേഖകൾ പിടിച്ചെടുക്കുകയും പ്രാഥമികമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു. ഈ രേഖകളുടെയും CMRLുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് നിലവിൽ ശേഖരിക്കുന്ന മൊഴികളുടെ ഒക്കെ അടിസ്ഥാനത്തിലാവും വീണയുടെ അടുത്ത ഘട്ട ചോദ്യം ചെയ്യൽ നടക്കുക. IT കൺസൾട്ടൻസി സേവനങ്ങളൊന്നും നൽകാതെ CMRL കമ്പനിയിൽ നിന്നും വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് 2.78 കോടി രൂപ കൈപ്പറ്റി എന്നാണ് ഇഡിയുടെ പ്രധാന കണ്ടെത്തൽ. 2016 മുതൽ 2021 വരെയുള്ള കാലയളവിലാണ് ഈ തുക കൈമാറിയിരിക്കുന്നത്. അപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ, അതായത് SFIയോട് നടത്തിയ അന്വേഷണത്തിൽ CMRL കമ്പനി നടത്തിയ അല്ലെങ്കിൽ CMRL കമ്പനി കഴിഞ്ഞ 15 വർഷത്തിനിടെ 132 കോടിയിലധികം, ഇത് മറ്റൊരു കണ്ടെത്തൽ പ്രകാരം 182 കോടിയാണ്, പക്ഷേ 132 കോടി എന്നിപ്പോൾ പറയേണ്ട സാഹചര്യമാണ്. ഈ 132 കോടിയിലധികം രൂപയുടെ വ്യാജ ചെലവുകൾ കാണിച്ച് വിവിധ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമായിട്ട് പണം നൽകിയതായിട്ടുള്ള ആരോപണമടക്കം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഈ കേസിൽ ഹൈക്കോടതി ഇഡി അന്വേഷണത്തിന് അനുമതി നൽകിയതിനെ തുടർന്ന് SFIO ശേഖരിച്ച സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ പ്രത്യേക കോടതി ഇഡിക്ക് കൈമാറുകയായിരുന്നു. അപ്പോൾ ഈ രേഖകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് നിലവിലെ ചോദ്യം ചെയ്യലുകൾ പുരോഗമിക്കുന്നത്. മുൻപ് നടന്ന റെയ്ഡുകളിൽ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 18.36 കോടി രൂപ ഇഡി ഇതിനകം തന്നെ അത് മരവിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ വിജയന്റെ മകളടക്കം ജയിലിലേക്ക് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഈ കേസ് എത്തപ്പെടുന്നത് എന്നുള്ളതാണ്. ഇഡിയുടെ ചില നിർബന്ധ ബുദ്ധികൾ വിജയന്റെ മകൾ വീണയെ ജയിലിലെത്തിക്കുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. ഇവിടെ കരിമണൽ കർത്തായും കുടുംബവും ഒക്കെ ജയിലിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. വരും ദിവസങ്ങൾ എന്ന് പറയപ്പെടുന്നത് വീണ വിജയനും ഒപ്പം തന്നെ കരിമണൽ കർത്തായ്ക്കുമൊക്കെ നിർണായകമാണ് എന്ന് പറയേണ്ടി.